SIR സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ അതിനിർണായകമായൊരു ദിവസമാണ്. ഇനിയൊരു ദിവസം കൂടി നമുക്ക് കൂട്ടി നൽകാനില്ല. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഇനിയും ആ ഫോം ഫില്ല് ചെയ്ത് വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, കൊടുക്കാൻ മറന്നവരുണ്ടെങ്കിൽ അത് ഇന്നത്തോടുകൂടി അവർ സമർപ്പിക്കണം എന്നൊരാവശ്യമാണ് ഇലക്ഷൻ കമ്മീഷനടക്കം നൽകുന്നത്. അതിനപ്പുറത്തേക്ക് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ SIRന്റെ കരട് പുറത്തു വരുമ്പോൾ എത്ര പേർ നിലവിലുള്ള വോട്ടർ പട്ടികയ്ക്ക് പുറത്താകും, എന്തുകൊണ്ടായിരിക്കണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചൊരു ഫിഗർ ഉണ്ടല്ലോ, അത്രയും ആളുകൾ ഇനിയും എന്യൂമറേഷൻ ഫോം തിരിച്ചു നൽകാത്തത്? ഇതിന്റെ കരട് എപ്പോഴത്തേക്കായിരിക്കും പുറത്തു വരാൻ പോകുന്നത്? സൈഫുദ്ദീൻ, കരട് പട്ടിക ഈ മാസം 23-നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കുക. അതിനു മുന്നോടിയായി ഇന്ന് മാത്രമാണ് വിവരശേഖരണത്തിനുള്ള സമയമുള്ളത്. ഇന്നത്തെ നടപടിക്രമങ്ങളിലൂടെ ആയിരിക്കും ഇതിന്റെ കരട് ലിസ്റ്റ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുക. ഇന്നലെ 6 മണിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് പ്രകാരം 25 ലക്ഷത്തോളം ആളുകൾ ഈ പട്ടികയിൽ നിന്ന്, കരട് പട്ടികയിൽ നിന്ന് പുറത്തു പോകുമെന്നുള്ളൊരു കാര്യമാണ് വരുന്നത്. അവരുടെ ഒരു പട്ടികയും ഇന്നലെ മുതൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ രാഷ്ട്രീയ പാർട്ടികളുടെ റിവ്യൂ മീറ്റിംഗിൽ രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായ ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ ഫോം തിരിച്ചു വരാത്തവരുടെ ആളുകളുടെ എണ്ണം പുറത്തു വിടുന്നതിനപ്പുറത്തേക്ക് അവരുടെ വിവരങ്ങൾ പുറത്തു വിട്ടാലേ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ കഴിയൂ എന്നുള്ളൊരു ആവശ്യം രാഷ്ട്രീയ പാർട്ടികളിൽ റിവ്യൂ മീറ്റിങ്ങുകളിൽ ശക്തമായി ഉയർത്തിയിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്നലെ ബൂത്ത് അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ളൊരു വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുകയും ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സാധാരണ നടപടിക്രമങ്ങളിലൂടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത് പൂർത്തീകരിക്കാൻ ഇന്നത്തെ ദിവസം മാത്രമേ കഴിയുള്ളൂ എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഈ ലിസ്റ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏതായാലും ഗുണകരമാവുക കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷമായിരിക്കും. കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഈ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള ഈ വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും രാഷ്ട്രീയ പാർട്ടികൾ ഏതായാലും ഇനിയൊരു ഇടപെടൽ നടത്താൻ പോവുക. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത്. രാഷ്ട്രീയ പാർട്ടികൾക്കും അതിന്റെ സംവിധാനങ്ങൾക്കൊന്നും ഇതിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ പറ്റിയിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികളെ കൂടി സഹകരണത്തോടു കൂടി മാത്രമേ സംസ്ഥാനത്ത് ഇത് പൂർത്തിയായിരിക്കാൻ കഴിയൂ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആഴ്ച തോറും കമ്മീഷൻ റിവ്യൂ മീറ്റിങ്ങുകളും ചർച്ചകളൊക്കെ നടന്നത്. ഈ ചർച്ചകൾക്കപ്പുറത്തേക്ക് രാഷ്ട്രീയ പാർട്ടികൾ അന്നേ പറഞ്ഞിരുന്നൊരു കാലം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സംവിധാനങ്ങളൊക്കെ തിരക്ക് പിടിച്ച് ഈ SIR നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യം രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതി വരെ പോയതിന്റെ. മാധ്യമങ്ങളെ കാണുന്നുണ്ടല്ലോ, വാർത്താ സമ്മേളനമൊക്കെ വിളിച്ചു ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതുവരെയുള്ള നടപടിക്രമങ്ങൾ, SIRന്റെ നടപടിക്രമങ്ങളൊക്കെ വിശദീകരിക്കാൻ വേണ്ടി തന്നെയാണോ കാണുന്നത് അദ്ദേഹം മാധ്യമങ്ങളെ? അതെ ദിവ്യ, ഇന്ന് ഈ ദിവസം, ഈ വിവരശേഖരണത്തിന്റെ ദിവസം അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത്. ഇന്നലെ 6 മണി വരെയുള്ള കണക്ക് ഏതായാലും കമ്മീഷൻ പുറത്ത് വിട്ടിട്ടുണ്ട്. ഇന്ന് 11 കൂടി ഡിജിറ്റലൈസേഷൻ, അതായത് ഈ തിരിച്ചു വന്ന ഫോമുകളുടെ ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കുമെന്നായിരുന്നു കമ്മീഷൻ അറിയിച്ചത്. അതടക്കമുള്ള കണക്കുകൾ, കാര്യങ്ങൾ ഇനി കമ്മീഷന്റെ തുടർ നടപടികളൊക്കെ രത്തൻ യു കേൽക്കർ വിശദീകരിക്കും. അത് സംബന്ധിച്ച് തന്നെയാണ് ഈ കമ്മീഷൻ ഇന്ന് വാർത്താ സമ്മേളനം നടത്തുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ഒരു മാസക്കാലമായി, ഒരു മാസത്തിലധികമായി രത്തൻ യു കേൽക്കറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം കേരളത്തിൽ ഈ SIR നടപടിയുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ അടക്കം, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് വരെ അദ്ദേഹം വലിയ രീതിയിൽ ഇതിന്റെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ തന്നെയാണ്. അദ്ദേഹം തന്നെയായിരിക്കും ഇനിയുള്ള തുടർ നടപടികളും ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ പൂർത്തീകരിച്ച പൂർണ്ണമായ കണക്കടക്കം വിശദീകരിക്കുക. ദിവ്യ.